അർജുൻ, രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം, ആ ആഘാതം, ആ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജയലക്ഷ്മി, അഹമ്മദാബാദ് അക്ഷരാർത്ഥത്തിൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം കണ്ട കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിനാണ് ഇന്നലെ ഈ നഗരം സാക്ഷ്യം വഹിച്ചത്. ആ നടുക്കം ആരെയും വിട്ടുമാറിയിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഷിജു പട്ടുവും ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതാ PJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലാണ്. അതിൻ്റെ പുറകുവശത്തായിട്ട് മെസ്സ് നടത്തി പോകുന്നുണ്ട്. ഈ മെസ്സിലാണ്, അതായത് ഈ ഹോസ്റ്റലിലും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെല്ലാം തന്നെയുള്ള വിദ്യാർത്ഥികൾ, ജൂനിയർ ഡോക്ടർമാർ, ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആ കെട്ടിടത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1:38 1:40 ഈ വിമാനം തകർന്നു വീണത്. വലിയ ആഘാതമായിരുന്നു. അതിൽ ആ കെട്ടിടം ഭാഗികമായി തന്നെ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ തകർന്നു എന്ന് പറയാൻ സാധിക്കും. 294 മരണനിരക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വാർത്താ ഏജൻസികൾ, റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ്. സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ 265 ആണെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് യഥാർത്ഥ കണക്ക് എന്നുള്ള കാര്യം ഡോക്ടർമാരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വാർത്താ ഏജൻസികളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വിമാനം തകർന്നു വീണതിൽ നിന്നും ഏകദേശം ഒരു 30 മീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കെട്ടിടമുള്ളത്. അതിൻ്റെ പോലും ഭാഗികമായി പല ഭാഗങ്ങളും കരിഞ്ഞു പോയിരിക്കുന്നു, കത്തി അമർന്നിരിക്കുന്നു. അത്രയും വലിയ രീതിയിൽ ഈ വിമാനം ആകെ ഒരു തീഗോളമായി തന്നെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എടുത്തുകൊണ്ട് മാറ്റുന്നതും അതുപോലെ മറ്റ് വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് അത് പരിശോധിക്കുന്നതുമെല്ലാമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലാക്ക് ബോക്സിന്റെ കാര്യം തന്നെയാണ്. ബ്ലാക്ക് ബോക്സ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ കോക്പിറ്റ് റെക്കോർഡറിന്റെ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ബ്ലാക്ക് ബോക്സിന്റെ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് വിമാനത്തിന്റെ പുറകുവശത്തുള്ള ഏറ്റവും പിന്നാമ്പുറത്തുള്ള ആ ഭാഗമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമല്ല, അതിന്റെ മറ്റൊരു ഭാഗം കൂടി, അതായത് കോക്പിറ്റിനകത്തെ ഒരു ഭാഗം ബ്ലാക്ക് ബോക്സ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പൈലറ്റുമാർ അവസാനം എന്താണ് സംസാരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ വിവരവും നമുക്ക് നൽകുമെന്നതിൽ തർക്കമില്ല, അല്ലേ അർജുൻ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും നമുക്ക് അവസാന ഘട്ടത്തിൽ പൈലറ്റുമാർ എന്താണ് തമ്മിൽ സംസാരിച്ചത് എന്നുള്ള വിവരങ്ങളടക്കം ലഭിക്കും. പക്ഷേ അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഈ കോക്പിറ്റിനകത്തുള്ള ബ്ലാക്ക് ബോക്സിന്റെ ഭാഗം, അതിനകത്താണ് ഈ കോക്പിറ്റ് റെക്കോർഡർ ഉള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുക്കാനുണ്ട്. അതിനെയും കണ്ടെടുക്കാനായിട്ടില്ല. ആ കാര്യങ്ങളാണ് എന്തായാലും നിലവിൽ നമുക്കെന്തായാലും ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിമാനം പറന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് തൊട്ടടുത്ത് തന്നെയാണ് ഈ അഹമ്മദാബാദ് വിമാന താവളമുള്ളത്. അവിടെ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രമാണ് എയർ ഡിസ്റ്റൻസ് ഈ പറയുന്ന മേഖലയിലേക്കുള്ളത്. അതായത് ഈ വിമാനത്താവളത്തിൽ നിന്നും റോഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് വാഹനങ്ങൾ കൊണ്ടുവരുന്ന ദൂരം എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഈ എയർ ഇന്ത്യയുടെ വിമാനം, ഈ ബോയിങ് 787 വിമാനം തകർന്നു വീണ ഈ ഹോസ്റ്റലിലേക്ക് എയർ ഡിസ്റ്റൻസ് അത് കിലോമീറ്ററുകളിലേക്കും മീറ്ററുകളിലേക്കും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 500 മീറ്റർ മാത്രമാണ് വരിക. അതായത് പറന്നുയർന്ന് 30 സെക്കൻഡുകൾക്കകം തന്നെ അത് താഴേക്ക് പതുക്കുകയായിരുന്നു. വിമാനം പൂർണ്ണമായിട്ടും സ്റ്റോൾഡ് ആയിട്ടുള്ള, അതായത് മുഴുവനായിട്ടും പ്രവർത്തനരഹിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിരുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബ്ലാക്ക് ബോക്സിൻ്റെ ഈ കോക്പിറ്റ് റെക്കോർഡർ അടക്കം ഉള്ള ഭാഗങ്ങൾ ലഭിക്കുക എന്നുള്ളത്. അത് ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ അകത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഉദ്യോഗസ്ഥർ വന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഇന്നലെയുള്ളതിനേക്കാൾ സുരക്ഷ കൂടുതലായിട്ട് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഈ തെളിവുകൾ നശിക്കാതിരിക്കാൻ, അതായത് വലിയ തോതിൽ ഇതിലെ ആളുകൾ അകത്തേക്ക് കയറി മൊബൈലിലെല്ലാം തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നതും അതുപോലെ ഈ അപകട സ്ഥലത്തുകൂടി നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകട സ്ഥലത്തേക്ക് എത്തും, അവിടെ സന്ദർശനം നടത്തും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലൊരു സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മുന്നിൽ 1-2 പ്രധാന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്ങനെ ഈ വിമാനം തകർന്നു എന്നുള്ളത്, അതിന് വിമാന സാങ്കേതിക ഏവിയേഷൻ സെക്ടറിലെ തന്നെ സാങ്കേതിക വിദഗ്ധർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ബേർഡ് സ്ട്രൈക്കാണ്. ഈ പക്ഷി വന്ന് ഈ വിമാനത്തിൻ്റെ ചിറകിലും എഞ്ചിനിലും ഇടിക്കാനുള്ള സാധ്യത ഇപ്പോഴും
തള്ളിക്കളയുന്നില്ല. കാരണം വിമാനം 625 അടിയാണ് മുകളിലേക്ക് ഉയർന്നത്. അതിന് പിന്നാലെ താഴേക്ക് വരികയായിരുന്നു. അഹമ്മദാബാദ് വിമാനത്താവളം എന്ന് പറയുന്നത് ഒരുപാട് പക്ഷിശല്യമുള്ളത്, നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം ഒക്കെ പോലെ തന്നെ പക്ഷികൾ ഈ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെ സമയത്ത് വിമാനങ്ങളിൽ ഇടിക്കുന്ന പതിവുള്ള ഒരു വിമാനത്താവളമാണ്. അതുകൊണ്ട് തന്നെ ഈ ബേർഡ് സ്ട്രൈക്കിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. രണ്ടാമത്തേത് വിമാനത്തിൻ്റെ ഓവർ വെയിറ്റ് ആണ്. ഈ വിമാനം ആ ദൃശ്യങ്ങൾ, ടേക്ക് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, റൺവേ പൂർണ്ണമായും എടുത്തുകൊണ്ടാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. അവസാനം പൊടി പടലങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ 787 ഡ്രീം ലൈനറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കേണ്ടതല്ല. വളരെ വലിയ ഇന്ധനക്ഷമതയുള്ള, വളരെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയുള്ളൊരു വിമാനമാണ്. 256 യാത്രക്കാരെ ഒറ്റയടിക്ക് വഹിച്ചുകൊണ്ട് 15,000-ത്തിലധികം കിലോമീറ്റർ ഒറ്റപ്പറക്കലിൽ താണ്ടാൻ കഴിയുന്നൊരു വിമാനമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ അധിക വെയിറ്റ്, ഓവർ വെയിറ്റ് എന്നുള്ളൊരു കാര്യം കൂടി എന്തായാലും ഇപ്പോൾ തള്ളിക്കളയുന്നില്ല എന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. മറ്റൊന്ന്, ഈ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ, അതായത് ഫ്ലാപ്പുകൾ ഓൺ ചെയ്യാൻ മറന്നു പോവുക, ഫ്ലാപ്പുകൾ പൂർണ്ണമായിട്ടും ഓഫായിരുന്നു എന്നുള്ള തരത്തിലടക്കം ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങളെല്ലാം ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക. പക്ഷേ ബ്ലാക്ക് ബോക്സ് കിട്ടാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകില്ല എന്നുള്ള കാര്യം ഈ മേഖലയിലെ വിദഗ്ധർ ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പൈലറ്റുമാരുടെ അവസാന സംഭാഷണം, അതായത് ATCയുമായിട്ടുള്ള ആ മെയ്ഡേ കമ്മ്യൂണിക്കേഷന് ശേഷം, ആ അപായ സൂചന നൽകിയതിനു ശേഷം എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത്, ആ അവസാന സെക്കൻഡുകളിൽ എന്തായിരുന്നു ആശയവിനിമയം, ഫ്ലാപ്പുകൾ ഓൺ ചെയ്യാൻ മറന്നതാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിമാനം ഓവർ വെയിറ്റ് ഉണ്ടായതോ? തീർച്ചയായിട്ടും ഈ വെയിറ്റിനെ സംബന്ധിച്ച് ആദ്യം തന്നെ മാനിഫെസ്റ്റ് ലഭിക്കുമ്പോൾ പൈലറ്റിന് വിവരം ലഭിക്കും. പക്ഷേ അതിൽ കൂടുതൽ ഭാരം കയറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഈ വിമാനം ലിഫ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം, അതായത് പറന്നുയർന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പൈലറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഈ വിമാനം പുറപ്പെടുന്നത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 38-ന് പറന്നുയർന്നു, 40-നകം തന്നെ ഇത് തകർന്നു വീഴുന്നു. ഈ റൺവേയിൽ നിന്നും കഷ്ടിച്ച് 500 മീറ്റർ മാത്രം മുന്നോട്ട് പോവുകയാണ്. അതും 625 അടിയിലേക്ക് പറന്നുയർന്ന് ഒരൊറ്റയടിക്ക് താഴേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പരമാവധി പൈലറ്റ് ഇതിൻ്റെ മൂക്കിൻ്റെ വശം, അതായത് ഈ വിമാനം ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ മുൻചക്രമടക്കമുള്ള നോസ് ഭാഗം പൊക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. ഈ വിമാനത്തിൻ്റെ 2 എഞ്ചിൻ്റെയും ത്രസ്റ്റ്, അതായത് 2 എഞ്ചിനും പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തനം ഇല്ലാതായിട്ടുണ്ടായിരുന്നു. ഈ ബോയിങ് 787-ൻ്റെ എഞ്ചിനുകളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ 2 തരം എഞ്ചിനാണ് ബോയിങ് 787 ഉപയോഗിക്കാറുള്ളത്. ഒന്ന് റോൾസ് റോയ്സിൻ്റെ ട്രെൻഡ് എഞ്ചിനാണ്. രണ്ടാമത്തേത് ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ GE90Xഉം GE9 എന്ന് പറയുന്ന 2 എഞ്ചിനുകളാണ്. ഇതിൻ്റെ വളരെ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ മികവുള്ള ചരിത്രമുള്ള 2 എഞ്ചിനുകളാണ് മറ്റ് പതിവ് വിമാനങ്ങൾ. ഈ ബോയിങ്ങിൻ്റെ തന്നെ ഏറ്റവും കരുത്തുകൂടിയ 777-ലടക്കം ഉപയോഗിക്കുന്ന എഞ്ചിനുകളുടെ മറ്റൊരു രൂപമാണ് ഇതിലും ഉപയോഗിക്കാറുള്ളത്. 787-ൽ ഉപയോഗിക്കാറുള്ളത്. എയർബസ് A350-ലാണ് പിന്നെ ഈ റോൾസ് റോയ്സിൻ്റെ ട്രെൻഡ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സമാനമായിട്ടുള്ള എഞ്ചിൻ ഈ 787-ലും ഉണ്ട്. മാത്രമല്ല ബോയിങ്ങിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരുപാട് അവർക്ക് നേട്ടങ്ങൾ നേടിക്കൊടുത്ത ഒരു വിമാനം കൂടിയാണ് 787. അതിനെ സംബന്ധിച്ച് അതിനെങ്ങനെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ആ വിമാനം കൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളിലടക്കം ബോയിങ്ങിൻ്റെയും ഭാഗത്തു നിന്നും പരിശോധനകൾ നടക്കുന്നുണ്ടെന്ന്